ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MBA എബ്രോഡ് ഇത് പഠിക്കാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെടാറുണ്ട്, ചോദിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? എല്ലാ വർഷവും കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് വിദേശത്ത് പോയി പഠിക്കുന്ന, എസ്പെഷ്യലി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും BBA ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരൊക്കെ ചൂസ് ചെയ്യുന്നൊരു MBA പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇൻ്റർനാഷണൽ ഡിഗ്രി, ഗ്ലോബൽ കരിയർ എക്സ്പോഷർ, ഗുഡ് സാലറി, ബെറ്റർ ലൈഫ്, ഇതൊക്കെ പറഞ്ഞാണ് ഏജൻസികൾ പലപ്പോഴും കുട്ടികളെ MBA പ്രോഗ്രാമിലേക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ജോലിയുടെ സാധ്യതയും ആ രാജ്യത്തെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റും ഒന്നും നോക്കാതെയാണ് പോകുന്നത്. എക്സാമ്പിൾ, ആവറേജ് സാലറി ട്രാപ്പ് പറഞ്ഞാണ് ഒരുപാട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി 50,000 ആണ് അഡ്വർടൈസ് ചെയ്യുന്നത് ആവറേജ് സാലറി കിട്ടുമ്പോൾ, ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ US ഡോളർ. അപ്പം ഒരു ബാച്ചിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്, ഒരാൾക്ക് 100,000 കിട്ടും, 4 പേര് ഒരു 37,000 കിട്ടുന്നത്, 5 പേർക്ക് ജോലി കിട്ടുന്നുണ്ടാവുകയില്ല. പക്ഷേ ആവറേജ് കാണിക്കുന്നത് ഈ 10 പേരുടെ ആയിട്ടല്ല കാണിക്കുന്നത്, ജോലി കിട്ടിയ 5 പേരുടെ ആവറേജാണ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ട്രിക്സാണ്. പലപ്പോഴും ഞാൻ ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതും. അപ്പോൾ ഈ ഒരു എൻറ്റയർ ബാച്ചിൻ്റെ മീഡിയൻ സാലറി നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. MBA പഠിക്കുന്ന എല്ലാവർക്കും ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പഠിച്ച ഫീൽഡിലല്ല ജോലി ലാൻഡ് ചെയ്യുന്നത്, അവർ പലപ്പോഴും വേറെ ഫീൽഡുകളിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അപ്പം അത്രയേറെ ഡിമാൻഡുള്ളതല്ല. നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വന്ന് ഒക്കെ ജോലി ചെയ്യാനും ബിസിനസ് റൺ ചെയ്യാനും ഒക്കെയാണ് സൂപ്പർ ഡിഗ്രിയാണ് MBA. പക്ഷേ നമുക്കൊരു രാജ്യത്ത് സെറ്റിൽ ആവാനും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പാടായിരിക്കും. അപ്പം എന്തായിരിക്കും ഈ ആൾക്കാർക്ക് കിട്ടുന്ന ജോലി MBA പഠിച്ചാൽ? എംപ്ലോയിഡ് ആണ് എന്ന് പറയും, പക്ഷേ സ്വന്തം ഫീൽഡിലായിരിക്കുകയില്ല. ചിലപ്പോൾ ഒരു MBA ഫിനാൻസ് ഗ്രാജുവേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലായിരിക്കും. അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഓൾ ഓഫ് ദീസ് ആർ നോട്ട് കൗണ്ടഡ്. ഇതെല്ലാം പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് യൂണിവേഴ്സിറ്റി പറയുമെങ്കിലും ഇതൊന്നും നമുക്ക് പ്ലേസ്മെൻ്റ് ആയിട്ട് ശരിക്കും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നതിലോ ഒരു ടെമ്പററി ജോബ് കിട്ടുന്നതിലോ അല്ലല്ലോ കാര്യം അല്ലേ? സക്സസ്ഫുൾ ലോങ് ടേം കരിയർ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഓൾവേസ് ഡു യുവർ റിസർച്ച്. ലിങ്ക്ഡിൻ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ലിങ്ക്ഡിനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അലൂമിനി പ്രൊഫൈൽസ് സെലക്ട് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങിയവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രൊഫൈൽ നോക്കി അവരുടെ ഡെസിഗ്നേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പം എപ്പോഴും എന്താ പറയുക, ഏജൻസി പറയുന്നത് കേട്ട് മാത്രം വിശ്വസിക്കരുത്. അവർ സെയിൽസിനിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സെയിൽസ് ആയിരിക്കും ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നത്. നമ്മൾ അത് കേട്ട് മാത്രം പോയി പ്രോഗ്രാം ചൂസ് ചെയ്യരുത്. നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് വേണം പ്രോഗ്രാം കണ്ടുപിടിക്കാനും ഏത് രാജ്യത്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാനും. ഇപ്പോൾ GMAT, GRE എക്സാംസിനും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇഷ്ടം പോലെ തലങ്ങിനും വിലങ്ങിനും ഏജൻസികളുടെ കോൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ സെല്ലായിപ്പെടുന്നുണ്ട്, എവിടെയോ എങ്ങനെയോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റുകളിൽ നിന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ വന്നിട്ട് അവർ ഒരുപാട് MBA പറ്റി പറഞ്ഞ് വിദേശത്ത് പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന കോളുകൾ വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്നുകൂടെ നന്നായി ആലോചിച്ചിട്ട് വേണം വിദേശത്ത് പോയി MBA പഠിക്കാൻ. MBA പഠിക്കാനാണ് നമ്മുടെ നാട്ടിൽ പഠിച്ചൂടെ? പുറത്ത് പോയി പഠിക്കുന്നത് നല്ലതല്ല എന്നല്ലേ പറയുന്നത്? നല്ല എക്സ്പോഷറാണ് കിട്ടുന്നത്, നല്ല സൂപ്പറാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ PR മൈഗ്രേറ്റോ ചെയ്യാനൊരു പ്ലാനും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സ് എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എപ്പോഴും PR പാത്വേസ് എലിജിബിൾ ആയിരിക്കുകയില്ല ഇങ്ങനത്തെ പ്രോഗ്രാംസിന്. അപ്പം ഉണ്ട്, സ്പോൺസർ ചെയ്ത് കിട്ടും, ബട്ട് യു ഷുഡ് ബി എക്സ്ട്രീംലി ടാലൻറ്റഡ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇൽ ബി റിയലി ഹാർഡ്. പോസ്റ്റ് സ്റ്റഡി വർക്ക് ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. അപ്പം എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കാൻ മടിയായിട്ട് BBA പഠിക്കാൻ പോയവരോ BCom പഠിക്കാൻ പോയവരോ പോയി MBA പഠിക്കുമ്പോഴാണ് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. ബട്ട് റിയലി പാഷനേറ്റ് ആയിട്ട് ഇഫ് യു ഗോട്ട് ദ സ്കിൽസ്, MBA ഇസ് ദ റൈറ്റ് കോഴ്സ് ഫോർ യു. ഓക്കെ, അപ്പം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കരിയർ റെലവൻ്റ് ആയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി, MBA അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക, അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ചൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ ഹോല വേൾഡ് തുടങ്ങാനുള്ള കാരണവും നമ്മുടെ പല സുഹൃത്തുക്കൾ MBA പ്രോഗ്രാം എടുക്കുകയും മിസ്ലീഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത് നമുക്ക് അറിയാവുന്നത് കൊണ്ടും കൂടെയാണ് നമുക്ക് ഇത്രയും ഫ്യൂവൽ കിട്ടിയത് ഹോല വേൾഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. റാങ്കിങ് ആൻഡ് അഡ്മിഷൻസ് ഭയങ്കര ഈസിയാണ് എന്ന് പറയാം. 6 മണിക്കൂർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിയും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആ യൂണിവേഴ്സിറ്റിക്ക് നിലവാരം കുറവാണ്. അവർ ഡെസ്പറേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് അഡ്മിഷൻ തരുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് അഡ്മിഷൻ പ്രോസസ്സ് ഉള്ളത് നല്ലതാണ്. നല്ല യൂണിവേഴ്സിറ്റികൾക്ക് ഇതെല്ലാം ഉണ്ടാവും. ക്ലിയർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും, ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു MBA തരാം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ടതുണ്ടോ എന്നൊന്നുകൂടെ ആലോചിക്കുക. But choose a transparent agency, not a salesperson. Studying
എബ്രോഡ് ഇസ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് അബൌട്ട് ചൂസിങ് ദ റൈറ്റ് കൺട്രി. അവിടെ നന്നായി സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ, അവിടുത്തെ ലിവിങ് കോസ്റ്റ് നിങ്ങൾക്ക് താങ്ങുമോ, ഈ കാര്യങ്ങളും പിന്നെ ജോബ് മാർക്കറ്റ് റിയാലിറ്റീസ് എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കൗൺസിലറാണ് നിങ്ങൾക്ക് ആവശ്യം. അതാണ് ഹോല വേൾഡിൽ ഞങ്ങൾ തരാൻ ശ്രമിക്കുന്നതും. ഞങ്ങളെപ്പോലെയുള്ള ഏജൻസികൾ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സെയിൽസ് സ്ട്രാറ്റജിയിൽ ചെന്ന് വീഴാതെ, ഇമോഷണലി വീഴാതെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ലോങ് ടേം പ്ലാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഫിനാൻഷ്യലി പ്രൊഫഷണലി തീരുമാനങ്ങൾ എടുക്കുക. ഒരു എത്തിക്കൽ ഏജൻസിക്ക് ഫുൾ പിക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, നോട്ട് ഓൺലി ദ സണ്ണി സൈഡ്. അപ്പം ഹോല വേൾഡിൽ നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ചിലപ്പോൾ നോ പറയാറുണ്ട് സ്റ്റുഡൻസിനോട്. അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഓപ്ഷൻസ് ശരിയല്ലെങ്കിൽ ഞങ്ങളത് കറക്റ്റാക്കാനും ശ്രമിക്കാറുണ്ട്. ലോങ് റണ്ണിലേക്ക് എന്താണ് നമുക്ക് ആവശ്യം അത് സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഏജൻസിയാണ് ഹോല വേൾഡ്. അപ്പോൾ ഫൈനൽ തോട്ട്, എബ്രോഡ് ഇസ് വർത്ത് ഇറ്റ് ബട്ട് ഓൺലി ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്. നമുക്കറിയാം ഒരു ആവറേജ് ബിലോ ആവറേജ് ആയിട്ട് ഒത്തിരി പേര് UK-ലേക്കും കാനഡയിലേക്കും ഒക്കെ ഒരുപാട് പേര് ഒഴുകിയിരുന്നു. അവരൊക്കെ ഇന്ന് തിരിച്ചു വരുന്നൊരു സമയമാണ്. അപ്പോൾ തിരിച്ചു വന്ന് തുടങ്ങുമ്പോൾ കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്, അറിയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ സ്റ്റഡിങ് എബ്രോഡ്, ബട്ട് ചൂസ് ഇറ്റ് വൈസ്ലി, റൈറ്റ്ലി. ഡോണ്ട് ഗോ വിത്ത് ദ ഫ്ലോ. ജസ്റ്റ് ഡു യുവർ റിസർച്ച് ബിഫോർ യു അപ്ലൈ ടു എനി യൂണിവേഴ്സിറ്റി ഓർ എനി കോഴ്സ്. അപ്പോൾ ആവറേജ് സാലറിയുടെ കാര്യങ്ങൾ നിങ്ങൾ വീഴരുത്. ലിങ്ക്ഡിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്യുക. എപ്പോഴും ഏജൻസി പറയുന്നത് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാതെ അതിനെ ബാക്ക് റിസർച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. I am repeating, agents are getting paid by universities, not by you. നിങ്ങളല്ല ഏജൻസിക്ക് പൈസ തരുന്നത്, അല്ലേ? ഇപ്പോൾ ഏജൻസി വർക്ക് ചെയ്യാനുള്ള ഇന്ധനം ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ റിസർച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. That's all for today's video. This is Jasmine signing out from Hola World YouTube channel.